ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് അല്ലേ, ഗുണന സമവാക്യങ്ങൾ, മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്. അതിൽ ഓൾറെഡി നമ്മൾ 2 പാർട്ട് ഡിസ്കസ് ചെയ്തു. ആ 2 പാർട്ടിലായിട്ട് ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെക്ഷനാണ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ്, ക്രിയാവിശേഷങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ 2 കോൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റും അടുത്ത് അതിനോടനുബന്ധിച്ച് മറ്റൊരു കോൺസെപ്റ്റ്. ഓക്കെ, സോ നോക്കാം. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത്, 2 ഓഡ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 2 ഓഡ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് നമ്പറിൽ കിട്ടുക, ഫോർ എക്സാമ്പിൾ 1 into 3 എന്താണ് 3, അതൊരു ഓഡ് നമ്പറാണ്. 1 ഉം 3 ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളാണ്. 3 എന്താണ്, ഒറ്റ സംഖ്യയാണ്. അതുപോലെ 5 into 7 എത്രയാണ്? 35. 7 into 5 35 അല്ലേ. സോ 5ഉം 7ഉം 35 എല്ലാം എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പേഴ്സ് തന്നെ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതുപോലെ ഇതിനെ ബീജഗണിതം ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഓൾജിബ്രായിക് ഫോമിൽ എഴുതുന്നത് നമുക്കറിയാവുന്ന കേസാണ് അല്ലേ. എങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്? ഓൾജിബ്രായിക് ഫോമിൽ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ എങ്ങനെ ഓൾജിബ്രായിക് ഫോമിൽ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്? 2n+1. ഇതാണെന്ത്, 2n ± 1 എന്നുണ്ട്. അല്ലെ n ഇൻറ്റീജർ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ n എന്താണ്, n ഇൻറ്റീജർ. സോ 2n ± 1 ഉണ്ട്. എനിവേ നമുക്കിവിടെ 2n+1 മാത്രം എടുക്കാം. അപ്പോൾ n ഇൻറ്റീജർ ആയിരുന്നു. അപ്പോൾ n-ന് വാല്യൂ നമ്മൾ 1, അതായത് -0 1 ഈ നമ്പേഴ്സ് 1 അല്ല, സോറി, നെഗറ്റീവ് നമ്പേഴ്സ് 0 പോസിറ്റീവ് നമ്പേഴ്സ്, ഇതിൽ ഏത് നമ്പർ ഇട്ട് കൊടുത്താൽ എന്താണ് നമുക്കൊരു ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുക ഇല്ലേ ഇതിൽ. അപ്പോൾ ഇതാണ് ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിന് നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടും? നമ്മളൊരു ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കോഷ്യന്റും കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും അല്ലേ. ഓഡ് നമ്പേഴ്സിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഷ്യന്റും കിട്ടും, റിമൈൻഡറും കിട്ടും. അതായത് 2 കൊണ്ട് ഹരിച്ചാൽ ഒരു ഹരണഫലവും കിട്ടും, ഒരു ശിഷ്ടവും കിട്ടും. അപ്പോൾ സാധാരണ ഓഡ് നമ്പേഴ്സിന് 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്തായിരിക്കും അറിയാവോ? അത് 1 ആയിരിക്കും കേട്ടോ. ഈ കാണുന്ന 1 ഇല്ലേ, അതാണ് കിട്ടുക. ഉദാഹരണമായിട്ട് 5/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹരണഫലം 2ഉം ശിഷ്ടം എന്ത് കിട്ടും? റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. കോഷ്യൻ 2, റിമൈൻഡർ 1. 21 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? കോഷ്യന്റ് 10ഉം റിമൈൻഡർ 1ഉം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കും, ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഹരിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ എന്താ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് നോക്കിയാൽ, സോ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ എഴുതാം, 2n+1 അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സിന് 2n+1 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സിന് എങ്ങനെ എഴുതാം? 3n+1 എന്ന് എഴുതാം. 3n+1, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 7 നോക്കൂ. 7 നമുക്ക് എന്ത് ചെയ്യാം? 7 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോഷ്യൻ 2, ഹരണഫലം 2 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. റിമൈൻഡർ 1 നോക്കൂ, ഇവിടെ നമ്മൾ n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു നോക്കൂ. ഇതിൽ n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ എന്ത് വരും? 3 into 2 + 1 അല്ലേ. എന്താണ്? 7 അല്ലേ, 7 അല്ലേ കിട്ടുക? അതെ. അപ്പോൾ ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, 4n+1 എന്ന് എഴുതാം അല്ലേ. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്നതിന് എങ്ങനെ എഴുതാം? 3n+2 എന്ന് എഴുതാം. 3n+2. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്നതിന് എങ്ങനെ എഴുതാം? 4n+2 എന്ന് എഴുതാം. അതുപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം? 4n+3. അപ്പോൾ ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇനി ഇവ തമ്മിൽ ഗുണിക്കുമ്പോഴോ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡിവൈഡഡ് വിത്ത് 2, then it will give a remainder 1. റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ആണ് ഇതിന്റെ റിമൈൻഡർ ആയിട്ട് പൊതുവായിട്ട് വരിക. അപ്പോൾ ഈ 2 ഓഡ് നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു, 2n+1 ആണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അപ്പോൾ ഇത് ഒരു ഓഡ് നമ്പറും മറ്റൊരു ഓഡ് നമ്പറിനെ ഈ n-ന്റെ സ്ഥാനത്ത് നമുക്ക് വേറൊരു വാല്യൂ എടുക്കാം, m എന്ന് കൊടുക്കാം, 2m+1. ഓക്കെ, 2 ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം ആണ് കേട്ടോ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2n into 2m എന്ത് വരും? 4mn പ്ലസ് 2n into 1. ഇങ്ങനെയല്ലേ ഗുണിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. 2 സമ്മിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ, 2 തുകകളുടെ ഗുണനഫലം എടുക്കുമ്പോൾ ആദ്യത്തെ തുകയിലെ ഓരോ സംഖ്യയും
കൊണ്ട് രണ്ടാമത്തെ തുകയിലെ ഓരോ സംഖ്യയും ഗുണിച്ച് കൂട്ടണം അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സം എടുക്കുമ്പോൾ എന്താണ്, ഓരോ സമ്മിലെയും ഓരോ നമ്പേഴ്സിനെയും കൊണ്ട് നമ്മൾ പരസ്പരം ഗുണിക്കണം അല്ലേ, ഗുണിച്ചെഴുതണം. സോ ഇത് 2n × 1 2n, അടുത്ത് 1 × 2m പ്ലസ് 2m, 1 × 1 പ്ലസ് 1. സോ ഇത് നോക്കിയാൽ നമുക്ക് ഈ ആദ്യത്തെ 3 ടേമിൽ നിന്ന് 2 പൊതുവായിട്ട് പുറത്തെടുത്തൂടെ, 2 പൊതുവായിട്ട് പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും, 2mn പ്ലസ് m പ്ലസ് n പ്ലസ് 1. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ്, ഓഡ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, 2n പ്ലസ് 1. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇത് എന്തിന് കറസ്പോണ്ടിങ് ആണ്, 2 n-ന്റെ സ്ഥാനത്ത് എന്താണ്, ദിസ് വൺ, n-ന്റെ സ്ഥാനത്ത് ഇത് പ്ലസ് 1, ആ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഈ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും, 1 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. ഇനി 3n പ്ലസ് 1 ആണെങ്കിലോ, 3n പ്ലസ് 1 ആണെങ്കിൽ ഇങ്ങനെ വരുമോ നോക്കാം. 3n പ്ലസ് 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്നു. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, 3n പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ 3n പ്ലസ് 1ഉം 3m പ്ലസ് 1. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താലോ, 3n × 3m 9mn പ്ലസ് 3n × 1 3n പ്ലസ് 1 × 3m 3m പ്ലസ് 1 × 1 1. അപ്പോൾ ഇത് നോക്കിയാൽ ഈ ആദ്യത്തെ 3 പദങ്ങളിൽ നിന്ന് 3 ടേംസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ അകത്ത് ബാക്കി എന്ത് വരും, 3mn പ്ലസ് m പ്ലസ് n പ്ലസ് 1. ഈ 1 അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. ആദ്യത്തെ 3 ടേമിൽ നിന്നാണ് നമ്മൾ 3 കോമൺ എടുക്കുന്നത്, പൊതുവായിട്ട് 3 എടുക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, 3 ഇത് മൊത്തം എന്താണ്, നമ്മളിവിടെ എമ്മോ എടുത്തില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരില്ലേ ഇത്രയും ടേം പ്ലസ് 1. അപ്പോൾ ഇതുപോലെയല്ലേ കിടക്കുന്നത്, ഇത്രയും ടേം ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട്. ഈ സ്ഥാനത്ത് എന്ത് വേണോ ആയിക്കോട്ടെ, ഇൻറ്റീജേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്ത് വേണോ ആവാം കേട്ടോ, എന്ത് വേണോ ആവാം. അതാണ് n. അത് തന്നെയാണ് ഈ വരുന്ന 3mn പ്ലസ് m പ്ലസ് n ആയിരുന്നാലും 2mn പ്ലസ് m പ്ലസ് n ആയിരുന്നാലും എന്താണ്, ഒരു ഇൻറ്റീജർ ആണ്. 3 × ഒരു ഇൻറ്റീജർ പ്ലസ് 1. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിന് ജനറൽ ഫോംസ് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരേ കാര്യം തന്നെയാണ്. നമുക്ക് 2 ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്ന പോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 റിമൈൻഡർ കിട്ടും അല്ലേ. അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ പ്രോഡക്റ്റ്, ആ ഹരണഫലത്തിന് ഗുണനഫലം ഉണ്ടല്ലോ 2 നമ്പേഴ്സിന്റെ, 2 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന 2 നമ്പേഴ്സിന്റെ ഗുണനഫലം എന്തായിരിക്കും, 2 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേറൊരു കോൺസെപ്റ്റ് നോക്കാം. നോക്കൂ, 3 നമ്പേഴ്സ് നമ്മുടെ എണ്ണൽ സംഖ്യയിൽ 1 2 3 4. ഈ 3 നമ്പേഴ്സിൽ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അതായത് അറ്റത്തുള്ള 2 നമ്പേഴ്സ് 1 × 4 എന്ത് കിട്ടുന്നു, 4. 2 × ഇനി നടുക്കുള്ള 2 നമ്പേഴ്സ് 2 × 3 എന്ത് കിട്ടുന്നു, 6. അതവിടെ ഇരിക്കട്ടെ. ഇനി 2 3 4 5 ഇത് ഗുണിക്കുന്നു. ഈ ആദ്യം അറ്റത്തുള്ള 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് കിട്ടുന്നു, 2 × 5 ഈക്വൽ ടു 10. ഇനി 3 × 4 ഈക്വൽ ടു 12. നോക്കൂ, ഇവിടെ എന്താണ്, അറ്റത്തുള്ള 2 നമ്പേഴ്സിനെ ഗുണിച്ചു ഒരു സംഖ്യ കിട്ടി, നടുക്കുള്ള 2 നമ്പേഴ്സിനെ ഗുണിച്ചു ഒരു സംഖ്യ കിട്ടി അല്ലേ, അതിന്റെ പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ പ്രോഡക്റ്റ് നമ്മളുടെ ഡിഫറൻസ് എന്താണ്, 2 അല്ലേ. ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താണ്, 2 അല്ലേ. അപ്പോൾ ഇത് ഏത് നമ്പേഴ്സ്, ഏത് അടുത്തടുത്ത് 4 എണ്ണൽ സംഖ്യ എടുത്താൽ ഇങ്ങനെ തന്നെ വരുമോ, അടുത്തടുത്തുള്ള 4 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഏത് നമ്പേഴ്സ് എടുത്താൽ ഇങ്ങനെ തന്നെ വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യും, ബീജഗണിതം അല്ലേ. സോ നമ്മൾ ഓൾജിബ്രായിക് ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി നോക്കിയാൽ നമുക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, അടുത്തടുത്ത നമ്പേഴ്സ്, ആദ്യത്തെ നമ്പർ നമുക്ക് എന്തെടുക്കാം, എക്സ് എന്ന് എടുക്കാം അല്ലേ, ആദ്യത്തെ നമ്പർ എക്സ്. അപ്പോൾ അടുത്ത നാച്ചുറൽ നമ്പർ എന്തായിരിക്കും, അതിന്റെ കൂടെ 1 കൂട്ടിയതല്ലേ, 1 ആഡ് ചെയ്തല്ലേ എണ്ണൽ സംഖ്യ, എക്സ് പ്ലസ് 1 ആയിരിക്കില്ല അടുത്ത സംഖ്യ. കാരണം
3 എങ്ങനെ കിട്ടിയത് 2ന്റെ കൂടെ 1 കൂട്ടി, 4 എങ്ങനെ കിട്ടിയത് 2ന്റെ കൂടെ 2 കൂട്ടി, 5 എങ്ങനെ കിട്ടിയത് 2ന്റെ കൂടെ 3 കൂട്ടി. അപ്പോൾ ഓരോന്ന് വീതം കൂട്ടി കൂട്ടി പോകും അല്ലേ. എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 ഇത് 3 ആണെന്ത് 3 എണ്ണൽ സംഖ്യകളെന്ന് വെച്ചു. ഇതിൽ എക്സിന് ഏത് വില കൊടുക്കുന്നു അതനുസരിച്ച് സംഖ്യകൾ എന്ത് ചെയ്യും മാറും അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അറ്റത്തുള്ള 2 എണ്ണം കുടിക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ത് കിട്ടും, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അടുത്ത് എക്സ് ഇൻറ്റു 3 പ്ലസ് 3x. ഓക്കെ, ഇനി നടുക്കുള്ള 2 എണ്ണം കുടിക്കാം. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ എന്ത് ചെയ്യാം, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓക്കെ എനിവേ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 2x, ഇനി 1 ഇൻറ്റു എക്സ് പ്ലസ് 1x, ഇനി 1 ഇൻറ്റു 2 എന്താണ് പ്ലസ് 2. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1x 3x പ്ലസ് 2. നോക്കൂ, നമ്മൾ ആദ്യം എടുത്ത നമ്പേഴ്സ് ഉണ്ടോ, ആദ്യം എടുത്ത നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് 3x. ഇവിടെ എന്താണ് രണ്ടാമത് നടുക്കുള്ള 2 എണ്ണം കുറിച്ചപ്പോൾ എന്ത് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2, ഒരു 2 എന്ത് എക്സ്ട്രാ കിട്ടി. അതാണ് നമുക്കിവിടെ ഡിഫറൻസ് 2 ആയിട്ട് വരുന്നത്. ഏത് നാച്ചുറൽ നമ്പേഴ്സ്, അടുത്ത 4 നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും നമുക്ക് ഈ സമവാക്യം എന്തായിരിക്കും, ഈക്വേഷൻ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. കാരണം അടുത്തടുത്ത 4 നമ്പേഴ്സ് എടുത്താൽ അറ്റത്തുള്ള 2 നമ്പേഴ്സിന്റെ ഗുണനഫലത്തിനേക്കാൾ കൂടുതലായിരിക്കും ഇത് നടുക്കുള്ള 2 നമ്പേഴ്സിന്റെ ഗുണനഫലം എന്ന് പറയുന്നത്. അടുത്തടുത്തുള്ള ഏത് 4 എണ്ണൽ സംഖ്യ എടുത്താലും അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലവും നടുക്കുള്ള സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, 2 ആയിരിക്കും. സോ for any 4 consecutive natural numbers, the difference in product of 2 numbers at ends അല്ലെങ്കിൽ എക്സ്ട്രീംസിലുള്ള 2 നമ്പേഴ്സിന്റെയും ആൻഡ് മിഡിലുള്ള 2 നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് എന്തായിരിക്കും, 2 ആയിരിക്കും കേട്ടോ, 2 ആയിരിക്കും. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഇതിന്റെ കീഴിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.